ഈ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബാക്ക് പെയിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മുടെ ബാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. പുറമെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിങ്ങും ഉള്ളിലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുമാണ് ഈ ഡിസ്കിനുള്ളത്. ഈ സോഫ്റ്റ് പാർട്ടിൽ ഏറ്റവും കൂടുതൽ, അതായത് 90% ഉള്ളത് വാട്ടർ കണ്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ബാക്കി എല്ലാ ഭാഗത്തും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്ന് വരുന്ന വെള്ളവും പോഷകാംശങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്റ്റ് ബ്ലഡ് സപ്ലൈ ഇല്ല. അത് അതിന് ചുറ്റുമുള്ള ഈ വെർട്ടിബ്രേ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും വെള്ളവും ഒക്കെ സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ ഈ ഒരു അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഇതിനകത്ത് ജലാംശം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഡിസ്കിന് അതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുക. അതായത് നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കുനിയുമ്പോഴോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ കൃത്യമായിട്ട് അതിനൊരു ഷോക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താനും അതിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഈ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഈ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റഡീസും ഉണ്ട്. അതിലൊരു ആവറേജ് എന്ന് പറയുന്നത് ഒരു 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇനി മുതൽ നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും വാട്ടർ ബോട്ടിൽ കരുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ വെള്ളം കുടിക്കാനായിട്ട് റിമൈൻഡേഴ്സ് വെക്കുക. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വാച്ചിലോ എന്തെങ്കിലും ഒന്ന് റിമൈൻഡർ വെച്ച് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതും വെള്ളം കുടിച്ചുകൊണ്ട്, രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതും വെള്ളം കുടിച്ചുകൊണ്ട്, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടുവരാം.